സുഹൃത്തുക്കളെ, നമുക്ക് അന്ധവിശ്വാസത്തെ പറ്റി സംസാരിക്കാം. പരസ്പര വിരുദ്ധതയുടെ വിളയാട്ട് കേന്ദ്രം, വിശാല ഹൃദയരുടെ വിവരദോഷം. എന്ത് ദോഷം? അന്ധദോഷം, അന്ധവിശ്വാസ വിവരദോഷം, അന്ധവിശ്വാസ ഭക്ഷണ വിവരദോഷം. ബ്രെഡില് പീനട്ട് ബട്ടർ തേച്ച് പരത്തണ ലാഘവത്തോടെയാണ് യൂട്യൂബിൽ ഫുഡ് വ്ലോഗ്സ് പറയണം. പറയുമ്പോൾ നമ്മൾ എല്ലാം പറഞ്ഞല്ലോ, ഈ 99.9% ഫുഡ് വ്ലോഗ്സും യൂട്യൂബിൽ കിടക്കണ ഈ ചെവിയിൽ പൂട വളരണ പോലെയാണ്. സംഭവമാണെങ്കിൽ കാണാൻ വൃത്തിയുടെയാണ്, പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, എടുത്തു കളഞ്ഞ പിന്നും വന്നുകൊണ്ടും ഇരിക്കും. ഏത് അപ്പൊ ആവോ ജാവോ ആക്കർ ആസ്വദിക്കൂ, ആമാശയത്തിൽ തൊട്ടു നിർത്തും ഈ അനാവശ്യം. ശരിക്കും വന്നൊന്ന് ഫുഡ് വ്ലോഗ്സ് കണ്ട് ഫുഡ് വ്ലോഗേഴ്സ് ഉണ്ടാക്കുന്ന ആകാംക്ഷ ഉണ്ടല്ലോ, 10ാം നൂറ്റാണ്ടിലെ പാഴ്വസ്തുക്കൾ, പ്രകൃതി നിയമം, വധു വിർജിനാണോ എന്ന് അറിയുന്നതിനേക്കാൾ കൂടുതൽ ആകാംക്ഷ ഉണ്ടാക്കണം. അപ്പുറത്തൊരു തട്ടയുടെ ഇപ്പുറത്തൊരു ഇക്കട കട ഉണ്ടെങ്കിൽ 9 അടി നീളമുള്ള LCD സ്ക്രീനുള്ള ഫോൺ കേട്ട് ഓടിച്ചെന്നൊരു 1.5 ഗ്ലാസ് വെള്ളം കുടിച്ചൊരു വീഡിയോ എടുത്തിട്ട ലോ ഹോ ഗൈ ഫുഡ് വ്ലോഗർ. ഈ ഭൂമിയിൽ വെള്ളം, വായു, വിവരം, വിദ്യാഭ്യാസം, മാനം, നാണം, കാര്യം, വീര്യം, ശൗര്യം, ശാസ്ത്രം ഇതൊന്നും ഇല്ലെങ്കിലും ഫുഡ് വ്ലോഗ്സും ഫുഡ് വ്ലോഗേഴ്സും മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. ഓരോ നാട്ടിൽ ഓടിയിറന്ന് പണ്ടൊക്കെ നാട്ടിലെ നുണക്കൂട്ട് അട്ട വളഞ്ഞ അപ്പൂപ്പന്മാരായിരുന്നെങ്കിൽ ഇന്നിപ്പോ നുണ ആട്ടോ ജനറേറ്റ് ചെയ്ത് ആൾട്ടർനേറ്റ് ആട്രിബ്യൂഷൻസ് ചേർത്ത് ഫുഡ് വ്ലോഗേഴ്സിന്റെ വായിന്ന് നമുക്ക് കേൾക്കാം. അല്ലേ തന്നെ ഇവിടെ ഓരോരുത്തന്മാർ തിന്ന് 4-5 കനത്തിൽ വട്ടവയറും പട്ടിമുഖവും പായസത്താടിയും പഴരൂപവും തൈറോയിഡ് തുടയുമായിട്ടാണ് ഓരോരുത്തന്മാർ നടക്കണം. അതിന്റെ ഇടയിൽ കൂടെ യോമാരൊക്കെ ഇത് കാണിച്ച് ഇക്കിളി വിടാൻ സമയമില്ലാതെ ഓരോന്ന് ഇടിച്ചിറക്കുകയാണ്. ഈറ്റിംഗ് ഫ്രീ ഉള്ളാരെ മോത്തോക്കി പറഞ്ഞ ഓരോരുത്തന്മാർ തിന്ന് ഇപ്പൊ സ്വന്തം വയറ് കാണണമെങ്കിൽ ബൈനോക്കുൾ റുച്ച് താഴോട്ട് നോക്കണം. തൊട ഒരേണ ശബ്ദമാണെങ്കിൽ തോട്ടിലെ തവള കരയണ കാണാം. ഇതിപ്പോ നോക്ക്, ഞാൻ എല്ലാവരും ആക്ഷേപിക്കുക, ഞാൻ അറിയണം അർണവ് ഗോസ്വാമി, അതാ പിണർ അല്ല ഇപ്പൊ ഈ ഫുഡ് വ്ലോഗ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ജീവിത മാർഗമാണ്. ചായ വിറ്റും, ചാമ്പൽ വിറ്റും, തന്തൂരി റൊട്ടി വിറ്റും, ചോറ്റ് പാത്രം വിറ്റും, ദേഹം വിറ്റും, ദേഷ്യം വിറ്റും, ദൈവമാണെന്ന് പറയുന്നത് വിറ്റും ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഇതിനിടയിൽ ഇവരൊക്കെ എന്ത് പാവങ്ങൾ ജീവിച്ചു പോട്ടല്ലേ. ചില വ്ലോഗേഴ്സ് പറയുന്നത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. വീഡിയോയിൽ ഓരോന്ന് കാണിച്ച് കൊതിപ്പിച്ചിട്ട് നമ്മളെ ബ്ലാങ്ക് ആയിട്ട് ഇട്ടിട്ട് പോകും, നമ്മളത് പൂരിപ്പിക്കണം. ബാക്കി നമ്മൾ അവർ കാണിച്ച് വീഡിയോയുടെ സ്ഥലത്ത് പോയി കഴിച്ചിട്ട് തന്തയ്ക്ക് താളത്തി വണക്കം പറഞ്ഞ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിൽ ബ്ലാങ്ക് നമ്മൾ പൂരിപ്പിക്കണം. മൂന്നാറിൽ മുളയ്ക്കണ മാജിക് മഷ്റൂം പോലെ 3 മണിക്കൂർ ഇടവിട്ട് ഇട്ടാവട്ട ഏരിയയിൽ ഇത്രയ്ക്ക് റെസ്റ്റോറന്റ് ഉണ്ടാവുന്ന കാലത്ത് ഇതിപ്പോ ഇല്ലാതെ, ഫുഡ് വ്ലോഗ്സ് ഇല്ലാതെ, ഇരിക്കപ്പുറത്ത് ഇല്ലാതെ ഇടറിപ്പോവും മൊയലാളിമാർ. ഇതിപ്പോ മൊയലാളിമാരും ഫുഡ് വ്ലോഗ്സും തമ്മിലുള്ള സെക്ഷൽ ഫ്രസ്ട്രേഷൻ അല്ല, സുഹൃത്ത് ഫ്രസ്ട്രേഷൻ, സൂപ്പർ ഫ്രസ്ട്രേഷൻ, സൂപ്പർ ഫ്രസ്ട്രേഷൻ. സൂപ്പർമാൻ സുന്നത്ത് നടത്തിയാൽ പോലും ഉണ്ടാവില്ല. അതായത് ആ ഫ്രസ്ട്രേഷൻ സൂപ്പർമാൻ സുന്നത്ത് നടത്തിയാൽ പോലും ഉണ്ടാവില്ല. ഞാൻ എന്തോന്നൊക്കെയാണ് പറയണം. ശരിക്കും ഈ ഫുഡ് വ്ലോഗേഴ്സ് തന്നെ പല കാറ്റഗറി ഉണ്ട്. ഫുഡ് പരിചയപ്പെടുത്തി തരുന്നവർ, ഫുഡ് കാണിച്ച് പേടിപ്പിക്കുന്നവർ, ഫുഡ് കഴിച്ച് പ്രാന്തെടുപ്പിക്കുന്നവർ, പിന്നെ ഫുഡ് കാണിച്ചിപ്പോൾ വേറെ എന്തൊക്കെയോ കാണിക്കുന്ന ആൾക്കാർ. അതായത് കഥകളി വേഷം വിട്ട് ക്യാമറ കളിച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെ ആയിട്ടുണ്ട് ഇപ്പൊ ചില ഫുഡ് വ്ലോഗേഴ്സ്. കേട്ടാ, പേര് പരിശുദ്ധിയുടെയും പ്രവൃത്തി പാപിയുടെയും എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുപോലെ ഫുഡിൽ നിന്ന് തുടങ്ങി കള്ള്, പെണ്ണ്, കളി, കഞ്ചാവും കൂടി ഇനി ബാക്കിയുള്ളൂ കാണിച്ചു തരാനായിട്ട് അവരൊക്കെ. മലയാളി മുതൽ മലേഷ്യം വരെ രാവിലെ എണിച്ച് രംഗോലി നിറത്തിലുള്ള ഫുഡ് വ്ലോഗ്സ് കണ്ട് ഉച്ച വരെ കാല് നീട്ടി കിടന്നിട്ട് വൈകുന്നേരം എണിച്ച് തടി ഉറയ്ക്കാൻ വർക്കൗട്ട് പോകും. ശേഷം റിപ്രഷൻ പറഞ്ഞിട്ട് 4 പെഗ് 4000 കലോറി അകത്താക്കും. തിരിച്ചു വന്ന് അസ്ഥിക്ക് അരങ്കേറ്റി ഹരം പിടിച്ച് ഫുഡ് വ്ലോഗും കണ്ട് റോക്കറ്റ് കയറി രോമാഞ്ചം ഉണ്ടാക്കി റൂ ഹഫ്സയും കുടിച്ചൊരു ഉറക്കം. ശുഭം. ഇവരുടെയൊക്കെ ടീഷർട്ട് പോലും നോക്കിയാൽ കാണും നോ പെയിൻ നോ ഗെയിൻ. ചിലപ്പോഴൊക്കെ ഈറ്റ് സ്ലീപ്പ് റിപ്പീറ്റ്. പിന്നെയുണ്ട് ചിലപ്പോഴൊക്കെ മണി, പവർ, വുമൻ, ഡ്രഗ്സ്. പക്ഷെ പണി പന്നിയെ പോലെ ഭക്ഷിക്കലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കുറയ്ക്കും ഈ ഫുഡ് വ്ലോഗ് കാണാൻ, ഇല്ലെങ്കിൽ കുരയ്ക്കും, കുടൽ കുറുക്ക് പോലാകും, കളറ് കറുപ്പാകും. കാട്ടിൽ കയറി കുറുക്കന്റെ കല്ലെറിഞ്ഞ് കൊന്ന് കടുകിട്ട് പുറത്ത് കരിച്ചടിക്കുന്ന കൊണിയന്മാരൊക്കെയാണ് ഇവിടത്തെ ഷെഫുമാര്. ഉള്ള കാര്യം പറഞ്ഞ 10 കൊല്ലം കഴിഞ്ഞാൽ ഈ നാട്ടിലെ ഹിപ്പപ്പൊട്ടാമസ് വരെ ഹിന്ദി സംസാരിക്കും. ഹിസ്റ്റീരിയ വന്ന ഹോഴ്സ് വരെ ഹാൻഡ്സും വെക്കും. അതായത് ഞാൻ ചുമ്മാ പറഞ്ഞില്ല, അത്രയ്ക്കുണ്ട് അന്യ സംസ്ഥാന അതിഥി തൊഴിലാളികളുടെ ഇൻഫ്ലുവൻസ് ഇവിടെ, പ്രത്യേകിച്ച് അടുക്കള ഭാഗത്ത്. അതുകൊണ്ട് കണ്ട കടച്ചാണ്ടിയൊക്കെ കാണിച്ചു കൊടുക്കണവരും വാങ്ങിച്ച് കേട്ടണവരും കുടുംബശ്രീന്ന് ലോണിന് അപേക്ഷ കൊടുത്ത് വെച്ചേരെ. കുടൽമാല കൊണ്ട് കൊലിസുണ്ടാക്കി കൊടുക്കാൻ പറ്റൂല, അത് കേടായ വേറെ മേടിക്കാനും പറ്റൂല. അപ്പോ നമുക്ക് ആ ലോൺ എടുത്ത പൈസ കൊണ്ട് ലോട്ടറി കച്ചവടം ചെയ്തെങ്കിലും ജീവിക്കാം. അല്ല, എനിക്ക് ചുമ്മാ അങ്ങനെ ഇരിക്കുമ്പോൾ തോന്നാറുണ്ട്, ശരിക്കും ഇവരൊക്കെ ഇൻഫ്ലുവൻസർ ആണോ അതോ ഇവരൊക്കെ ഏതെങ്കിലും ഇൻഫ്ലുവൻസിൽ പെട്ടവരാണോ? ഏതിൻ്റെങ്കിലും ഇൻഫ്ലുവൻസ്, ഇല്ലുമിനാട്ടിയുടെ ഇൻഫ്ലുവൻസ്. പറഞ്ഞാണ്ടിയും പരിപ്പും തിരിച്ചറിയാത്ത ഓമാരൊക്കെ എന്ത് ഇരുമ്പിനാണ്ടിയുടെ ഇരുന്ന് നിറങ്ങിയാണ്ടി, വിരുമാണ്ടി, മാങ്ങാണ്ടി. ഓ ഇതെന്തരണ്ടി, ഇരുന്നിട്ട് ഇറങ്ങി ഓടിയണ്ടി. ഓ പുല്ല്. ഞാൻ പോണു. ഫുഡ് ഫ്രീക്ക് ആൻഡ് ഫാസ്റ്റ് ഫുഡിന്റെ പുതിയ വീഡിയോ 5 മിനിറ്റിനകത്ത് വരും. എനിക്കത് മിസ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ശരി, ശാസ്ത്ര വിജൃംഭിത ഭവന്തു.